കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും അപ്പയോടൊപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ? 2022 ക്രിസ്മസ് എന്ന് വെച്ചാൽ 23 ജൂലൈയിൽ അപ്പം മരിച്ചു. 22 ക്രിസ്മസിൽ ഞാൻ അവിടെ ഞാൻ ഫുൾ ടൈം അപ്പയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം മോൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് ഞാൻ 2-3 ദിവസത്തേക്ക് ട്രിവാൻഡ്രത്തോട്ട് വന്നു. അപ്പം ക്രിസ്മസ് ടൈമിലാണ് വന്നത്. മോനപ്പോൾ 10ലാണ്. അപ്പം അത് കഴിഞ്ഞ് എക്സാം എന്തോ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പപ്പ പറഞ്ഞിരുന്നു ക്രിസ്മസിന് വരണം, നമുക്ക് ഒരുമിച്ച് ബാംഗ്ലൂർ. അപ്പം ഞങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് നോക്കുമ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ഫ്ലൈറ്റ് ചാർജാണ്, അതിഭീകര ഫ്ലൈറ്റ് ചാർജ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ചാർജാവും. ഞാൻ അപ്പോഴും വിളിച്ച് പറഞ്ഞു, അപ്പേ ഭയങ്കര ഫ്ലൈറ്റ് ചാർജ്, അപ്പോൾ ഞാനും എഫിയും കൂടെ വരണോ? അപ്പോൾ അപ്പോൾ പറഞ്ഞില്ല, വരണം, അതെത്ര ഇതാണെങ്കിലും വരണം എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും റേറ്റ് ആയതുകൊണ്ട് എനിക്കൊരു മടിയുണ്ട്. പക്ഷെ അപ്പ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. എനിക്ക് തോന്നുന്നത് അപ്പയ്ക്ക് അതൊരു ആ ക്രിസ്മസ് വളരെ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലാണ് ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്തത്. അപ്പയ്ക്ക് ശബ്ദത്തിന് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവരുമായിട്ട് മൂന്ന് മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ പിന്നെ നെക്സ്റ്റ് ക്രിസ്മസ് അപ്പം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് അത് പോയതിൻ്റെ ഒരു റീസണും ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പയ്ക്ക് ഇൻറ്റ്യൂഷൻ ആയിരുന്നായിരിക്കാം അടുത്ത ക്രിസ്മസ് ഞാൻ കാണത്തില്ല. അപ്പയ്ക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു തിരിച്ചു വരുമെന്ന്. പലരോടും എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് ഞാൻ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്നപ്പം ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന എങ്കിലും മരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതിലായിരിക്കാം നമ്മളെ ഇതറിയുക. പിന്നെ അന്ന് ഞാൻ പോയതിന് വേറൊരു റീസണും ഉണ്ട്. അപ്പം 2015 അപ്പം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞില്ല, ഭയങ്കരമായി കരുതുന്ന വ്യക്തിയാണ്. എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകത്തുള്ളൂ. അപ്പം മുഖ്യമന്ത്രി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിപ്പബ്ലിക് ഡേ ആയിട്ട് എല്ലാത്തിനും അപ്പം ഫാമിലി ആയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ 2015 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം അന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്താണ് പോയിരിക്കുക. അപ്പോഴത്തേക്ക് 14-ാം തീയതി ആയപ്പം അപ്പം രാവിലെ വിളിച്ചു, മോള് വരുന്നില്ലേന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വരാനായിട്ടൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഞാൻ വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ മോളെ നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് നാളെ വരാനായിട്ടൊരു നടക്കൂല, 2 ദിവസം കഴിയും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എന്തിനാ വിഷമിക്കുന്നത്? ഇത് തന്നെ ഞാൻ പറഞ്ഞത്, അപ്പം എന്തിനാ വിഷമിക്കുന്നത്? അടുത്ത വർഷം അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയാകും, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഫോൺ വെച്ചു. പക്ഷേ പിന്നെ 2016 ഭരണം കിട്ടിയില്ല, അപ്പോൾ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അതിന്നും അപ്പയ്ക്ക് അങ്ങനെ ഫാമിലി, അപ്പം എൻ്റെ മോനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകും, അതെനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതെൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് ഞാൻ ഈ ക്രിസ്മസിന് അപ്പോൾ വിളിച്ചപ്പോൾ പോയി. പക്ഷേ അതുപോലെ സംഭവിച്ചു, അടുത്ത ക്രിസ്മസിന് അപ്പം ഇല്ലായിരുന്നു. അത് വേണമെങ്കിൽ എനിക്കൊരു അനുഭവം, അത് എന്തോ അപ്പയുടെ ഒരു ഇൻറ്റ്യൂഷൻ ആയിരുന്നു അന്ന് എനിക്ക് പറയാം.